നാസർ ആ നാട്ടുകാരനാണ്, ഹൃദയയുടെ വീടിനടുത്തുള്ള അയൽവാസിയാണ്, ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ശ്രീ നാസർ, അവിടെ 2022 കോങ്ങാട് MLA സഭയിൽ വെക്കുന്ന സബ്മിഷനിൽ തന്നെ പറയുന്നുണ്ട്, അന്ന് തന്നെ 50 അപകടങ്ങളെപ്പറ്റി ശ്രീമതി കെ ശാന്തകുമാരി സഭയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞുണ്ടായ അപകടങ്ങൾ, മരണം 6 മാസ കണക്കെടുത്താൽ 33 അതോ 50 എന്ന് പറയുന്നു. 6 മാസ കണക്കാണ്, 33 മരണം ഒരു മേഖലയിൽ മാത്രം. അന്നൊന്നുമില്ലാത്ത കളക്ടറേറ്റ് മീറ്റിംഗ് ഇന്നുണ്ടായി കേട്ടോ ശ്രീ നാസർ. എന്തുകൊണ്ടാണത്? ഇന്നലെ അപകടത്തിന് ശേഷം നാട്ടുകാർ അവരവരുടെ ധാർമ്മിക രോഷവും വേദനയും ഒക്കെ ശക്തമായ ഭാഷയിൽ പ്രകടിപ്പിച്ച്, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, അത് പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രം ഇന്ന് കളക്ടറേറ്റിൽ എന്തോ മീറ്റിംഗ് ഉണ്ടായി. അവിടുന്ന് സ്പീഡ് ബ്രേക്കർ വെക്കാനും പിന്നെയും അവിടെ ചുരണ്ടാൻ NHAയോട് പറയാനും പിന്നെ നാളെ എന്തോ എല്ലാവരോട് ചേർന്നുള്ള എന്തോ സുരക്ഷാ ഓഡിറ്റ് നടത്താനൊക്കെ തീരുമാനിച്ച് പിരിഞ്ഞു. കണ്ണിൽ പൊടിയിടലാണ് നാസറേ, ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആശ്മി പറഞ്ഞിടത്തു നിന്ന് തന്നെ തുടങ്ങുകയാണ്. ആശ്മി പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. കാരണം ഇത് സത്യത്തിൽ ഇതൊരു സീരിയസ് ആയിട്ട് ഇത് കണ്ടിട്ടില്ല. നിങ്ങൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. കാരണം മരണം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഒരു സ്ഥിരം സംഗതിയാണ്. ഞങ്ങൾ തീർച്ചയായും നാട്ടുകാർ മനസ്സിലാക്കുന്നത് ഈ മരണം കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ ഇടയായത് ഈ മരണത്തിൻ്റെ എണ്ണം 4 വർദ്ധിച്ചു എന്നുള്ളതും ഇത് വിദ്യാർത്ഥികളായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ മരണത്തിന് ഇത്രമാത്രം ഒരു പ്രാധാന്യം കൈവന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഭാഗ്യം എന്ന് പറയട്ടെ, ഈ കുട്ടികളിൽ 7 കുട്ടികൾ സദാസമയം ഒരുമിച്ച് പോകുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾക്കിടയിലുള്ള ചെറിയ സൗന്ദര്യപ്പണക്കത്തിൻ്റെ പേരിലാണ് 2 കുട്ടികൾ മിനിറ്റുകൾക്ക് മുമ്പേ മാറിപ്പോയത്. ഒരു കുട്ടി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അതല്ലെങ്കിൽ ഈ മരണത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇത്രയല്ല. അപ്പം അതുകൊണ്ട് ഇതിന് മുമ്പ് തന്നെ ഒരു മരണം ഞാൻ ഓർക്കുകയാണ്. അച്ഛനും അമ്മയും 2 കുട്ടികളും ബൈക്കിൽ വന്നപ്പോൾ അച്ഛനും അമ്മയും അവിടെ മരിക്കുകയും 2 കുട്ടികൾ അനാഥമായതും ഇതേ സ്ഥലത്താണ്. മരണത്തെക്കാളേറെ ജീവച്ഛവങ്ങൾ, ജീവിച്ചിരിക്കുന്ന മരണത്തേക്കാൾ ഭീകരമായ ജീവച്ഛവങ്ങൾ ഇതിൻ്റെ പേരിൽ കുറേ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് കലക്ട്രേറ്റ് മീറ്റിങ്ങിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെയും അതിൻ്റെ ഒരു സീരിയസ്നെസ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാണാൻ വേണ്ടി സ്പീഡ് ബ്രേക്കർ വെക്കാം. എങ്ങനെയാണ് സ്പീഡ് ബ്രേക്കർ നടക്കുക? അത്രയും നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്ന പ്രകാരം ഒരു കുത്തനെ ഇറക്കമാണ്, കുത്തനെ കയറ്റവുമാണ്. അവിടെ വാഹനങ്ങൾ വളവിൽ വീശിയെടുത്ത് പോകുന്ന സ്ഥലമാണ്. ആ വാഹനങ്ങൾ വീശിയെടുത്ത് പോകുന്ന സ്ഥലത്ത് ഹമ്പ് വെച്ചാൽ എന്തുണ്ടാവാനാണ്? സ്പീഡ് ബ്രേക്കർ വെച്ചാൽ ആര് കാണാനാണ്? അവിടെ ചുരണ്ടിയിട്ടാൽ മിനുസമായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചുരണ്ടാൻ വേണ്ടി ആരാണ് നോക്കിക്കൊണ്ടിരിക്കുക? ഇന്നൊരു തീരുമാനമുണ്ട്, പോലീസ് നിയന്ത്രിക്കുന്നു. എത്ര ദിവസം പോലീസ് നിയന്ത്രിക്കും ആ റോഡ് അവിടെ നിന്നിട്ട്? ഈ 2 ദിവസം വാർത്ത കഴിഞ്ഞാൽ അത് പോയി. ഞാൻ അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത അപകടം ഉണ്ടാവണം. തീർച്ചയായും ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ തന്നെ ആശ്മി പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതുപോലത്തെ അപകടങ്ങൾ വരുമ്പോൾ ആ സമയത്ത് അതിൻ്റെ തീവ്രവികാരം നിലനിൽക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള കുറേ ഗിമ്മികൾ കാണിക്കുക എന്നല്ലാതെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ചുരണ്ടൽ കൊണ്ടോ ഏതെങ്കിലും തകരത്തിൻ്റെ 2 ഡിവൈഡർ വെക്കുന്നത് കൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ല. ഇതിലും ഭീകരമായ മരണങ്ങൾ അവിടെ സംഭവിക്കാൻ പോവുകയാണ്. മാത്രമല്ല ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ ഒരു കലാപത്തിൻ്റെ വക്കിലുള്ളതാണ്. ഭാഗ്യവശാലാണ് അത് അവിടെ നിന്ന് തട്ടി നീങ്ങിപ്പോയിട്ടുള്ളത്. ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു വലിയ പ്രക്ഷോഭത്തിനും അതല്ലെങ്കിൽ ഒരു വലിയ കലാപത്തിൻ്റെ മാനസികാവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ആശ്മി പറഞ്ഞതുപോലെ തന്നെ ഇതിന് പണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ട്, വയറുവേദന വരുമ്പോൾ തലമുണ്ടനം ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ അതുപോലുള്ള പരിപാടിയാണ് അവിടെ നടത്തുന്നത്. ആ റോഡ് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ നിർമ്മിച്ചവരും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയതിലൊക്കെയുള്ള അപാകതയാണ്. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ വളരെ ശാസ്ത്രീയമായി അവിടെ റോഡ് പുനർനിർമ്മാണം നടത്തണം. അവിടെ ലൈറ്റില്ല, അന്യായമായ വീതി, ഈ വീതിയുടെ നടുവിൽ പിന്നെ ഇടിച്ചാൽ രാത്രികാലങ്ങൾ ആൾക്ക് ഉറങ്ങാൻ പറ്റാത്ത ഈ തകരത്തിൻ്റെ ഡിവൈഡർ തകർന്നു പോവുകയാണ്. സ്ഥായിയായ ഡിവൈഡർ സംവിധാനങ്ങളില്ല. അതുപോലെ തന്നെ 55ഓളം മരണങ്ങളാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ബോർഡറിൽ നടന്നിട്ടുണ്ടെന്നാണ് ഏകദേശം ഒരു കണക്ക് പറയുന്നത്. ഏതാനും ദിവസം മുമ്പാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരറ്റത്തൊരു സ്കൂട്ടി ഇടിച്ചൊരു സ്ത്രീ മരിച്ചിട്ടുള്ളത്. 5 യുവാക്കൾ മരിച്ചത് ഏകദേശം 2 മാസത്തിൻ്റെ ഉള്ളിലാണ്. അതൊക്കെ തന്നെ ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ സംഭവം പ്രധാനമായും അത് അവിടെ കൊണ്ട് ഈ സ്പീഡ് ബ്രേക്കർ വെക്കുന്നത് കടലിൽ കായം കലക്കുന്നത് പോലെയാണ് എന്ന് പറയുകയാണ്. എന്താണ് വഴി എന്ന ചോദ്യത്തിന് അത് കേന്ദ്രത്തിലേക്ക് തന്നെയാണ് കണ്ണുകൾ